വീട്ടിലുണ്ടാകരുത്. എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം. മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം. കണ്ടില്ലേ നിങ്ങൾ, ഏറ്റവും വലിയ ഭവനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനമല്ലേ? ആ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, സലാം പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി, ഉള്ളിലേക്ക് കയറിയിരുന്നില്ല. പിന്നെ വന്നപ്പോൾ ചോദിച്ചു, ലിമ സല്ലംത സുമ്മ റജഅത, അല്ല ജിബ്രീലേ, എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പിന്നങ്ങ് മടങ്ങിപ്പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇന്നി ലാ അദ്ഖുലു ബൈതൻ ഫീഹി സൂറ, ഞാനൊരു വീട്ടിൽ പ്രവേശിക്കാറില്ല, ആ വീട്ടിൽ സൂറത്തുൻ, ജീവനുള്ള ജീവിയുടെ ഫോട്ടോയുണ്ട്, രൂപകൽപ്പന ചെയ്തു വെച്ചതുണ്ട്. അത് തുണിയിലാണെങ്കിലും ശരി, ഫ്ലക്സിലാണെങ്കിലും ശരി, വേറെ എന്തിലാണെങ്കിലും ശരി സൂക്ഷിക്കേണ്ടതാണ്. വലാ കൽബുൻ, നായയുള്ള വീട്ടിലേക്കും, പുറത്ത് കാവലിന് വെച്ച നായുള്ള വീടല്ല, വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട്, അങ്ങനത്തെ വീടാണ്. കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല, അത് കാവലിന് വേണ്ടി മറ്റൊക്കെ വളർത്താം. വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട്, ആ വീട്ടിലേക്കും ഞാൻ പ്രവേശിക്കൂല. വലാ ബൗൽ, മൂത്രണ്ട്, നജസുണ്ട്. കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നല്ല തണുപ്പല്ലേ, അവിടെ കിടന്നോട്ട്, സുബൈക്ക് നന്നാക്കാം പറ്റൂല. ഇപ്പൊ ഈ നട്ടപ്പാതിരാക്കൊക്കെ മൂത്രമൊഴിച്ചിട്ട് ഇങ്ങനെ നന്നാക്കി തിരിക്കും. അതല്ലേ പറഞ്ഞത്, അതാണ് ശരിക്കുള്ള മാതൃക എന്ന് പറഞ്ഞത്. ഒരു കുട്ടി രാത്രി 10 പ്രാവശ്യം മൂത്രമൊഴിച്ചാൽ 10 പ്രാവശ്യത്തിന് കഴുകണം, 10 പ്രാവശ്യം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാറ്റണം. അത് വെച്ചിരിക്കുന്ന ആ കൊട്ട വീട്ടിന്റെ ഡൈനിങ് ഹാളിലല്ല വെക്കേണ്ടത്, കോണിക്കൂട്ടിലും അല്ല വെക്കേണ്ടത്, അത് അപ്പുറത്തുള്ള ടോയ്ലറ്റിലാണ് വെക്കേണ്ടത്. അത് നേരെ കട്ടിലിന്റെ ചോട്ടിൽ തന്നെ വെക്കും. എന്നിട്ട് ഈ മൂത്രമൊഴിച്ച ബെഡിന്റെ നടുവിൽ നമ്മൾ അപ്പുറത്ത് വേറൊരാൾ, ഇപ്പുറത്ത് വേറൊരാളും കിടക്കുക. അതിലൊക്കെ മൂത്രമുള്ള വീട്ടിലേക്ക് കടക്കൂല. അത് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഓതി തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. 3 വിഷയങ്ങളാണ് ഇതിൽ എണ്ണി പറഞ്ഞ. വേറെ ചില ഹദീസുകളൊക്കെ വേറെയും വിഷയങ്ങളുണ്ട്. 3 വിഷയങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് 3ാമത്തെ കണ്ടില്ലേ നിങ്ങൾ, വലാ ബൗലുൻ, നജസിൽ നിന്ന് വീട് മുക്തമാകണം മലക്കുകൾ ഇറങ്ങി വരണമെങ്കിൽ. ഇത് വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ എല്ലാ ഭാഗത്തും നേസ് മാറുന്നില്ല. അതെന്താ മാറാത്തത്? ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്കാം? നന്നായി പഠിക്കണത്. നജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ശരിയാകൂല. ആണിന്റെയും ശരിയാവില്ല, പെണ്ണിന്റെയും. പിന്നല്ലേ മലക്കുകൾ വരല്, അവനാന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല. മലക്കുകൾ വരെ കിടക്കട്ടെ, ഈ ഫർലെങ്കിലൊന്നും ശരിയാകണ്ടേ. ഒരു കുട്ടി മൂത്രമൊഴിച്ചു, എങ്ങനെ വൃത്തിയാക്കണം? സുബ്ഹാനല്ലാഹ്, മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയി, എന്നെ അസറിന്റെ ചായക്ക് വിളിച്ചതാണ്. പോയത് വലിയ അനുഗ്രഹമായി പിന്നീട് മനസ്സിലായി. ഞാൻ ചെന്നപ്പോ ആ വീട്ടിന്റെ ഉമ്മ ആ വീട്ടിന്റെ വരാന്തയിൽ, ഓല വരാന്തയാണല്ലോ, ഇരിക്കുന്ന ധാരാറൊന്നുമില്ല, ഓല വരാന്ത പിന്നെ ഓല നമ്മളിരിക്കൂലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഈ കുട്ടിനെ എടുത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. പോകുന്ന പോക്കിൽ കുട്ടി മൂത്രമൊഴിച്ചു. കുട്ടി മൂത്രമൊഴിച്ചപ്പോ ഈ വരാന്ത മുതൽ ഡൈനിങ് ഹാൾ മുതൽ അടുക്കള വരെ റോക്കറ്റ് പോയതുപോലെ മൂത്രം ഇങ്ങനെ വരിയായിട്ട്. ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒരു കഷ്ണം തുണിയും കൊണ്ടുവന്നിട്ട് ഈ സഹോദരിയുണ്ട് അപ്പച്ചട്ടിയിൽ എണ്ണ തേക്കും പോലെ അങ്ങനെ തേക്കുന്നത്. അങ്ങനെ തേച്ചാൽ എന്തായി? നേരത്തെ നജസാകാത്ത ഇടത്തു ഇപ്പോ നജസായി. കാറ്റ് തട്ടി പെട്ടെന്ന് ഉണങ്ങല്ലേ? മാർബിൾ അല്ലേ, മുസൈക്കല്ലേ, ടൈലല്ലേ, പിന്നൊന്നും കാണാനല്ലോ. പിന്നെന്താ കാണാനല്ലത്? അവിടെ ഹുക്കുമിൽ നജസുണ്ട്. ഹുക്കുമിയായ നജസ് എന്ന് പറഞ്ഞ നജസ്, അവിടെ നജസ് നീങ്ങിയിട്ടില്ല. നജസ് നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം? മൂത്രത്തെക്കാൾ അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ അത് വടിച്ചു കളയോ തുടച്ചു കളയുകയോ ചെയ്യണം. ആദ്യം മൂത്രം തുടച്ച അതേ കഷ്ടം വൃത്തിയാകാതെ വീണ്ടും ഈ വെള്ളത്തിലാക്കി ഇങ്ങനെ കലക്കി തുടച്ചാൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യലായി. അങ്ങനെയാകരുത്, നല്ലോണം ശ്രദ്ധിക്കണത്. നമ്മള് വീട്ടിൽ പെങ്ങന്മാര് വന്ന കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പണി അതാണ്. കുട്ടികളെ ചെറുക്ക് നോക്കുന്നതിനേക്കാളും നല്ലത് ഒരു മൂത്രം വെച്ചത് എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. കാരണം നിസ്കരിക്കേണ്ട വീടാ, ഖുർആനോദന്റെ വീടാ, മലക്കുകൾ ഇറങ്ങേണ്ട വീടാണ്. മൂത്രമുള്ള വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാൻ. എന്തേ മുത്തുനബി തങ്ങളെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞ് മടങ്ങിപ്പോകാൻ കാരണം?
വദാലിക അന്ന ജർവൻ അൽ ഹുസൈനി അവിൽ ഹസനി റളിയല്ലാഹു അൻഹുമാ കാന ഫിൽ ബൈതി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കളിപ്പിക്കുന്ന ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ടായിരുന്നു. അവരതിനെങ്ങനെ ഓട്ടിക്കളിപ്പിക്കും, മടിയിരുത്തി കളിപ്പിക്കുന്നല്ല. ആ ചെറിയ പട്ടിക്കുട്ടി വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് പെട്ടെന്ന് രോഗം ബാധിച്ചങ്ങ് മരണപ്പെട്ടിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടിട്ടാ മടങ്ങിയത്. പിന്നീട് നബി തങ്ങൾക്കത് തിരിഞ്ഞു. എങ്ങനെ? അവിടത്തെ വേലക്കാരിയായ ഒരു പെണ്ണ് വീട് അടിച്ചു വൃത്തിയാക്കുമ്പോ ഈ മണമൊന്നും വരാത്ത ചെറിയ പട്ടിക്കുട്ടിയുടെ ശരീരം കണ്ടു. ഇത് വീട്ടിന്റെ ഉള്ളിലേക്ക് ആരാ കയറ്റിയത് എന്ന് ചോദിച്ചു. അതേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ അറിയാതെ കയറിപ്പോയതാണ് എന്നും പറഞ്ഞു. കണ്ടില്ലേ നിങ്ങൾ, വീടിന് നല്ല പരിശുദ്ധി വേണം, നല്ല സംശുദ്ധി വേണം. സഹോദരന്മാരെ, നജസിൽ നിന്ന് വീട് മുക്തമാകണം. പറഞ്ഞ വിഷയങ്ങൾ ആരും മറക്കരുത്. നജസിൽ നിന്ന് വീട് മുക്തമാകണം, മൂത്രത്തിൽ നിന്ന് മുക്തമാകണം. ഉമ്മയും ഉപ്പയും ഒരുമിച്ച് കിടക്കുന്ന ആ വീട്ടിന്റെ ഉള്ളില് അതേ വൃത്തിയില്ലെങ്കിൽ പിന്നെ ശൈത്താനിയത്തിന്റെ ഷർറാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ കുട്ടിക്ക് അപസ്മാര രോഗം, മാനസിക രോഗം പിടിപ്പെടുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നജസിൽ നിന്ന് വൃത്തിയാക്കി കിടത്തണം. എപ്പോഴും തൊട്ടിലിൽ മൂത്രമൊഴിച്ചാൽ ആ തൊട്ടിൽ അങ്ങനെ കിടത്തി ഉറക്കരുത്. അതേ തൊട്ടിൽ മാറ്റിക്കൊടുക്കണം. ഒരു തൊട്ടിലായി മാത്രം നിന്നാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റേണ്ടി വരും. വേറെയും ഒരു തൊട്ടിൽ എക്സ്ട്രാ ആയി നിൽക്കണം. പഴയ തുണിയൊക്കെ തൊട്ടിലാക്കാൻ പറ്റും, അതിന് പുതിയത് തന്നെ വാങ്ങിക്കൊള്ളുന്നില്ല. അങ്ങനെ താൽക്കാലിക തൊട്ടിലും മറ്റും കെട്ടിയിട്ട് ശുദ്ധി അവിടെ ഉണ്ടാകണം, നജസിൽ നിന്ന് മുക്തമാകണം. രൂപങ്ങളും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാപ്പയുടെ ഫോട്ടോയുണ്ട്, ഉമ്മയുടെ ഫോട്ടോയുണ്ട്, പെട്ടിക്കകത്ത് വെച്ചോ. പ്രദർശനത്തിന് വേണ്ടി ആരും തൂക്കിയിടേണ്ടതില്ല. കൂട്ടുകാരന്റെ കൂടെ ഹറമിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ഹജറുൽ അസ്വദ് മുത്തുന്ന ഫോട്ടോ. ഇപ്പൊ ഫോട്ടോ എടുക്കാനല്ലേ അവിടേക്കൊക്കെ പോകുന്നത് പലരും. അവിടെ നിന്നെടുത്ത ഫോട്ടോയാണ്. കൊണ്ടുവന്ന് ഇവിടെ തൂക്കിയിടേണ്ട ആവശ്യമില്ല. 16-ാമത്തെ വയസ്സിൽ അതേ SSLC പാസ്സായപ്പോ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആണ്. പിന്നീടും നിനക്ക് കാണാം. പെട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചോ, പ്രദർശിപ്പിക്കേണ്ടതില്ല.